ബ്രേക്ക് ചവിട്ടിയിട്ട് കാലെടുക്കുന്ന നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാ നമ്മള് ഇപ്പൊ സ്പീഡ് കുറഞ്ഞു വന്നിട്ട് കയറ്റത്തിൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ 4 ടയറും പഞ്ചർ ആയാലും ഇത് വർക്ക് ചെയ്യില്ല, ഡീഫ്ലേഷൻ ഒന്നുമില്ല. അപ്പം എന്ത് തോന്നുന്നു ഇപ്പം ഒരു 800 മീറ്റർ ആയാലും ഓടിച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ഫീൽ ചെയ്യുന്നില്ലല്ലോ. കയറ്റത്തില് എനിക്ക് തോന്നി വണ്ടി ലഗ് ചെയ്ത് വണ്ടി ഓഫ് ആവുന്ന പോലെ തോന്നിയായിരുന്നു, പക്ഷെ ഓഫ് ആയില്ല. അതൊരു റിലീഫാണ്. പിന്നെ ആ വീട്ടിൽ നിന്ന് എടുത്തപ്പോ കയറ്റമാണല്ലോ, ഒരു 45 ഡിഗ്രി ഇല്ല ആംഗിള്. 45 ഒന്നും കാണത്തില്ല, ഒരു സ്റ്റീപ്പാണ് അവസാനത്തെ, നല്ല സ്റ്റീപ്പ്. അതെ, അന്നേരം ബാക്കിലോട്ട് പോയില്ല. പക്ഷെ ഇത് 2 ബിഹേവിയർ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ നമ്മള് ബ്രേക്ക് ചവിട്ടിയിട്ട് കാലെടുക്കുന്ന നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാ നമ്മള് ഇപ്പൊ സ്പീഡ് കുറഞ്ഞു വന്നിട്ട് കയറ്റത്തിൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് പറഞ്ഞ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പൊ ഈ ഹിൽ ക്ലൈംബ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്ക ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഇപ്പം ഹിൽ ക്ലൈംബ് അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മളൊരു കയറ്റത്തിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടാതെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്തോളും. അപ്പൊ നമ്മൾ ആ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ വെക്കുന്ന ആ സ്പ്ലിറ്റ് സെക്കൻഡ് സമയം പോലും നമ്മൾ ബാക്കിലോട്ട് ഉരുളുന്നില്ല. പക്ഷെ അത് എങ്ങനെ അത് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്നെ നമ്മള് ഇലക്ട്രിക്കലി ബ്രേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ടോർക്ക് കൺവേർട്ടർ ഓടിച്ചപ്പോ വിചാരിച്ചത് ടോർക്ക് കൊണ്ടാണ് വണ്ടി ബാക്കിലേക്ക് പോകാത്തെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോപ്പിംഗ് ടോർക്ക് കൊടുത്ത് നിൽക്കും. അതെ, ഹാഫ് ക്ലച്ച് ചെയ്യുന്ന പോലെ. പക്ഷെ പിന്നെ അതിന്റെ ബിഹേവിയർ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചപ്പോ, ത്രോട്ടിൽ കാലെടുത്ത് എടുക്കുമ്പോ വണ്ടി ഒന്ന് നിന്നിട്ട് നമ്മളൊന്ന് ബാങ്ക് ചെയ്തിട്ടാ പോകുന്നത്. അപ്പം മനസ്സിലായി ബ്രേക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അല്ല ശരിക്കും അതെ, കാരണം വെറും മറ്റേ ഫെദർ ചെയ്ത് എന്താണ് ഈ പറയുന്ന ലോഡിന് എഗൻസ്റ്റ് ടോർക്ക് കൊടുത്ത് നിർത്തിയതിരുന്നാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫെദർ ചെയ്തെടുക്കാൻ പറ്റിയാണ്, ഒന്നും അറിയാതെ വണ്ടി അറിയാതെ എടുക്കാൻ പറ്റിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 2024 സ്വിഫ്റ്റ് അല്ലേ ഇന്ന് നമ്മൾ? അതെ, ഗോപിയുടെ സിസ്റ്ററിന്റെ വണ്ടിയാണ്. അതെ, എനിക്ക് തോന്നുന്നു Z12 എഞ്ചിൻ വെച്ചിട്ട് മാരുതി ഫസ്റ്റ് ഇറക്കിയ വണ്ടി ഈ സ്വിഫ്റ്റ് ആണ്, 2024 സ്വിഫ്റ്റ് ആണ്. അതെ, അതൊരു K സീരീസ് എഞ്ചിൻ ആയിരുന്നു. 4 സിലിണ്ടർ എഞ്ചിൻസ് നിന്ന് മാരുതി 3 സിലിണ്ടറിലേക്ക് സഡൻലി ഷിഫ്റ്റ് ആയ എഞ്ചിൻ ഇതാണ്, ഈ വണ്ടിയിൽ ആണ് ആയത്. എന്താണ് എനിക്കിപ്പോ 3 സിലിണ്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തോന്നുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ കുറച്ചൊരു എഞ്ചിൻ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വണ്ടി വളരെ സ്മൂത്ത് ആണ്, നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എക്കോണമി, റൈറ്റ്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഓട്ടോ മാനുഫാക്ചറിങ് കമ്പനികൾക്കും അവരുണ്ടാക്കുന്ന കാറിന്റെ കാർബൺ എമിഷൻ ഒരു പ്രത്യേക ബാൻഡിന് താഴെ ആവണമെന്ന് ഇപ്പോൾ ബൈ റൂൾ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യയിൽ കറന്റ്ലി കഫേ 2 ആണല്ലേ, കഫേ 2 ആണ്. ആൻഡ് കഫേ 2 പ്രകാരം 113 ഗ്രാം പെർ കിലോമീറ്റർ ആണ് ടാർജറ്റ്. നമുക്ക് പിന്നെ ഒരു കമ്പനി അവര് മൊത്തം വിൽക്കുന്ന വണ്ടികൾ, അതെ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികളല്ല, മൊത്തം വിൽക്കുന്ന വണ്ടികളില്. അപ്പോൾ മാനുഫാക്ചറേഴ്സ് ഇതിനെ ഡീൽ ചെയ്യുന്നത് പല രീതിക്കാണ്. നമ്മുടെ മഹീന്ദ്ര പോലെയുള്ള കമ്പനീസ് ഈ EV-ലോട്ട് തിരിയാൻ കാരണം തന്നെ ഈ കഫേ 2-ന്റെ മീറ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അത്രേ ഉള്ളൂ. കാരണം മഹീന്ദ്രയുടെ ട്യൂണിങ് പോലും പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. മഹീന്ദ്രയുടെ കസ്റ്റമേഴ്സും അങ്ങനെയാണ്. അപ്പം ഈ മഹീന്ദ്ര ആദ്യം XUV 400 എന്ന് പറഞ്ഞിട്ട് ഒരു EV വണ്ടി ഇറക്കിയത് തന്നെ ഇവരുടെ ആവറേജിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല ഇവർക്ക് ഇതിലോട്ട് താഴാൻ. എന്നാ ഈ ഒരു EV വണ്ടി പോലും ഇറക്കാണ്ട് ഈ പറയുന്ന ത്രഷോൾഡിന്റെ താഴെ പോയിട്ടുള്ള ഏക കമ്പനി മാരുതിയാണ്. മാരുതി ഇൻഹെറന്റ്ലി ഫ്യൂൽ എഫിഷ്യന്റ് ആണ്. മാത്രമല്ല മാരുതിക്ക് CNG ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അതിലോട്ട് ഫാക്ടറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഫേയുടെ
കാൽക്കുലേഷൻ ചെയ്യുന്ന നേരം അവർ ബോണസ് പോയിന്റ്സ് കൊടുക്കും. അതായത് നിങ്ങൾ EV ആണ് ഇറക്കുന്നെങ്കിൽ ഒരു *3 മൾട്ടിപ്ലയർ, അത് പോയിന്റ്സ് അങ്ങനെ *2, ഹൈബ്രിഡ് ആണെങ്കിൽ *2 ഉണ്ട്. പിന്നെ അതുപോലെ ഈ കഫേ നോംസ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനും അഡീഷണൽ ബോണസ് പോയിന്റ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. ഇപ്പോൾ കൃത്യമായ ടയർ പ്രഷർ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി, അതിന്റെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ ഒരു ക്വിക്ക് ഫിക്സ് ആണ് ശരിക്കും പ്രോപ്പർ ടയർ പ്രഷർ എന്ന് പറയുന്നത്. മൈലേജ് കുറവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ അപ്പോൾ ഈ TPMS ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ബോണസ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെന്റ് വണ്ടികളിൽ മാരുതി കൊടുത്ത് തുടങ്ങിയത്. മാരുതിക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ എത്തുന്നുണ്ടെങ്കിലും കൊടുത്തു തുടങ്ങി. ഇപ്പൊ ഈ ഹ്യുണ്ടയും കിയയൊക്കെ ഇവരിത് മുന്നേ കൊടുക്കുന്നുണ്ട് TPMS. മുന്നേ അല്ലെങ്കിൽ എന്റെ എക്സ്ട്രാ തൊട്ട് എനിക്കറിയാം TPMS ഉണ്ട്. ഗ്രാൻഡ് വിറ്റാരയിലുണ്ടല്ലോ, അതില് ഡീഫ്ലേഷൻ ആണോ അതോ പ്രോപ്പർ TPMS ആണോ? പ്രോപ്പർ TPMS ആണ്. അതായത് ഗേജ് ആണ് കാണിക്കുന്നുണ്ട്, എത്രയാണ് പ്രഷർ എന്നുള്ളത് കാണിക്കും. ഓക്കെ, പലതിലും ഡീഫ്ലേഷൻ വാർണിംഗും ഉണ്ട്. ഡീഫ്ലേഷൻ വാർണിംഗ് മാത്രമായിരിക്കും. അതെ, അത് കാരണം അവര് ABS ഇൻപുട്ട് ചെയ്യുന്നതാണ് എടുക്കുന്നത്. എങ്ങനെയാണ് എടുക്കുന്നത് ശരിക്കും? അതായത് ABS ഓൾറെഡി ടയറിന്റെ റൊട്ടേഷൻ സ്പീഡ് മെഷർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ABSന്റെ സെൻസർ ഉപയോഗിച്ചിട്ട് തന്നെ ഏതെങ്കിലും ഒരു ടയറിൽ പ്രഷർ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ടയർ കൂടുതൽ സ്പീഡിൽ RPM കറങ്ങേണ്ടി വരും ബാക്കി ടയറിന്റെ കൂടെ മാച്ച് ആയെത്താൻ. കാരണം വണ്ടി ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ടല്ലേ ഫ്രണ്ടോട്ട് നീങ്ങുന്നത്. അപ്പം ആ ടയറിന് റൊട്ടേഷൻ സ്പീഡ് കൂടുതലാണെങ്കിൽ അപ്പൊ ABSന് മനസ്സിലാവും ഓക്കെ ഇവന് എന്തോ പറ്റി. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ 4 ടയറും പഞ്ചറായാല് ഇത് വർക്ക് ചെയ്യില്ല, ഡീഫ്ലേഷൻ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല സാറേ. മറ്റൊരു സംഭവമാണ് ഹയർ ഗിയറിംഗ്. 6th 7th അങ്ങനെ ഗിയേഴ്സ് അധികം കൊടുക്കുമ്പോൾ പോലും ഈ നമ്മുടെ കഫേക്ക് ബോണസ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളും. അത് ഒരു ക്ലോസ് കൂടെ ഉണ്ട്. എന്തോ ഒരു മൊത്തത്തിലൊരു 5-6 ടെക്നോളജീസ് ഉണ്ട്. പക്ഷെ യു ക്യാൻ അറ്റ് മാക്സിമം ഇൻകോർപ്പറേറ്റ് 2. എന്തിന്? to improve the fuel efficiency. ഈ ബോണസ് പോയിന്റ്സ് കിട്ടുന്ന 7 ലിസ്റ്റുകളിൽ നിന്നും 2 മാക്സിമം വരെ എടുക്കാൻ പറ്റും. 2 മാത്രമേ നിങ്ങൾക്ക് ബോണസ്, നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാം. പക്ഷെ അതിന് മാർക്ക് തരില്ല. നമ്മുടെ SA പോലെ. അതെ, മനസ്സിലായി. അപ്പോ അങ്ങനത്തെ. പക്ഷെ ഈ അതിന്റെ വേറെ പ്രശ്നം എന്തറിയോ, ഇന്ത്യയില് ഇപ്പോ ABS കൊണ്ടുവന്ന സമയത്ത്, ABS മാൻഡേറ്ററി ആക്കിയ സമയത്ത് the manufacturers would do the minimum thing, right? അവര് ഏതെങ്കിലും ഒരു ചാനൽ ABS കൊടുക്കും. അവർക്ക് എങ്ങനെ ഈ സാധനത്തിന്റെ ത്രെഷോൾഡിൽ കയറാൻ പറ്റുമോ അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവര് ചെയ്യുള്ളൂ. സോ ABS വേണം എല്ലാ വണ്ടികളിലും. ABS കൊടുത്തിട്ടുണ്ട്, ഒരു വീലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ചോദിക്കരുത്. അതായത് ബൈ ലോ ഇതൊക്കെ മാൻഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവര് ചെയ്യൂലെന്നുള്ളതാണ്. അതെ, ബൈ ലോ മാൻഡേറ്റ് ചെയ്താലും ഫസ്റ്റ് അന്വേഷിക്കുന്നത് നൈസ്. ഇപ്പൊ ഞാൻ കാലെടുത്തപ്പോ റെസ്പോൺസ് എനിക്ക് നന്നായിട്ടാ തോന്നിയത്, വളരെ നന്നായിട്ട് തോന്നി. പക്ഷെ അത് അറിയുന്നില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, ഇത് ഇവര് നമ്മുടെ സാധാരണ നമ്മുടെ വാഗണറിലെയൊക്കെ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് പോലെ അല്ല. കാരണം എനിക്ക് വീട്ടില് വേറൊരു വാഗണർ ഉണ്ട് ഓട്ടോമാറ്റിക് 2017 മോഡല്. അതിലാണെങ്കിൽ എന്റെ പൊന്നോ, അതിനകത്ത് നമ്മള് ഗിയർ മാറണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മള് ആക്സിഡന്റിൽ നിന്നൊക്കെ കാലെടുത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ ഗിയർ മാറും. അതൊരു അപേക്ഷ കൊടുക്കണം. അത് ആദ്യം കളക്ടറിൽ ഒപ്പം മേടിച്ച് മുന്നാധാരം പിന്നാധാരം എല്ലാം വെച്ച് കൊടുക്കും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആണ്. ആൻഡ് ഇത് ഒരു ലൈറ്റ് വണ്ടിയാണ്. ലൈറ്റ് ഇപ്പൊ എന്തായാലും പല രീതിയിലും ലൈറ്റ് ആവുന്നുണ്ട് വണ്ടി, ഒരു വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. ഇതെല്ലാം essentially it all equates to cafe standards. അതെ, കഫേ ടാർഗറ്റ്സ് മീറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ മാരുതി നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ഇൻഹെറന്റ്ലി ഫ്യൂൽ എഫിഷ്യന്റ് ആണ്. കാരണം മാരുതി ഇതെല്ലാം വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന അത്രയും വെയിറ്റും കുറച്ചും അങ്ങനെയൊക്കെ തന്നെ അവര് ഈ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് 103 കിലോഗ്രാം എങ്ങാണ്ടാണ്, 103 ഗ്രാം എങ്ങാണ്ടാണ് മാരുതിയുടെ ഔട്ട്പുട്ട്. ആൻഡ് മഹീന്ദ്ര പിന്നെ അല്ലാണ്ട് EVs ഉണ്ടെങ്കിൽ. പക്ഷേ വി ടോക്ക് ആസ് EVsനെ നമ്മൾ കുറച്ചും കൂടി ലീവേജ് കൊടുക്കുന്നുണ്ട്. വീൽ നാച്ചുറലി തിങ്ക് ദാറ്റ് EVs ആർ എഫിഷ്യന്റ്. പക്ഷേ ആർ വി റിയലി കാൽക്കുലേറ്റിംഗ് ദെയർ കിലോവാട്ട് എഫിഷ്യൻസി?
അതായത് 1 കിലോ വാട്ടിന് എത്ര ദൂരം പോകുന്നുണ്ടെന്ന് ഉള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടോ. നമ്മൾ മറ്റേത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതായത് EV ഉണ്ടാക്കുന്ന കാർബൺ ഫുട് പ്രിന്റ് കൂടുതലായതുകൊണ്ട് EVs ആർ മേക്കിംഗ് മച്ച് ഓഫ് ആൻ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. പക്ഷേ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദിസ് പിന്നെ നമ്മുടെ എഫിഷ്യൻസി 1 കിലോ വാട്ടിന് ഒരു EV എത്രയാണ് തരുന്നെന്നുള്ളതും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. ഗോയിങ് ഫോർവേഡ് അത് ചെയ്യപ്പെടും. കാരണം ഇപ്പം എന്താണ് നമ്മള് എല്ലാം, അതായത് ഇപ്പം EV എല്ലാം റോഡിൽ മൊത്തം EV-കളാവുമ്പം കമ്പാരിസൺ ദെൻ ബിക്കംസ് ബിറ്റ്വീൻ EVs. ഇപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് ഐസിയും EVയും തമ്മിലുള്ള കമ്പാരിസൺ ആയതുകൊണ്ടാണ്. അപ്പൊ മേ ബി ഫ്യൂച്ചറിലെ കഫേ, ഐ തിങ്ക് 2027 കഫേ 3 എങ്ങാണ്ട് വരും. അപ്പൊ അതിനകത്ത് ഐ റെഡ് ദാറ്റ് ഈ EVs-ന്റെ കിലോ വാട്ട് എഫിഷ്യൻസി കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 1 കിലോ വാട്ടിന് നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടും. അതെ. അപ്പൊ അതിന് അവിടെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്, കാരണം ഇപ്പൊ ടാറ്റ തന്നെ അവരുടെ ഇപ്പോ എക്സിസ്റ്റിംഗ് ഐസ് പ്ലാറ്റ്ഫോംസിലാണ് EVs ഉണ്ടാക്കുന്നത്. സോ അപ്പോ EVക്ക് വേണ്ടി ഐസിന്റെ പ്ലാറ്റ്ഫോമിലാണ് അവർ EV ഉണ്ടാക്കുന്നത്. ഐസിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അതായത് അവര് ഐസ് വെഹിക്കിൾസ് ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം ഇല്ലേ? ice vehicle, combustion engines. അതെ. Okay. For me, Lion is lithium ion. ICE is internal combustion engines. Okay. അങ്ങനെ അപ്പൊ അവര് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോംസിൽ ഉണ്ടാക്കുന്ന വണ്ടികൾക്ക് ഒബ്വിയസ്ലി എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഈവൻ റൈറ്റ്, കാരണം അവര് ബാറ്ററിയുടെ ഹെവി വെയിറ്റിനെ പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ബാക്കി ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ടാവുക. സ്ട്രക്ചറൽ കാൽക്കുലേഷൻസ് എല്ലാം മാറും. സോ ഒരു EV പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുന്ന വണ്ടിയുടെ പോലെ അത്ര എഫിഷ്യന്റ് ഒരിക്കലും ആവില്ല. ഷുവർ. ഇപ്പം 2 ദിവസം മുന്നേ നമ്മുടെ മഹീന്ദ്ര BE6E, വണ്ടിയുടെ പേരാണ് BE6E. അത് ഇൻഗ്ലോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് മഹീന്ദ്ര യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ പ്യുവർലി EV പ്ലാറ്റ്ഫോം. ആൻഡ് ഈസ്റ്റർ എഗ് ഈ BE6E, ഇറ്റ്സ് ബി സെക്സി. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിന്റെ നെയിംസ് എല്ലാം തുടങ്ങുന്നത് 6E തൊട്ടാണ്. 6E 777A. അങ്ങനെയല്ല, ഞാൻ ഇൻഡിഗോയിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ 6E നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിന്റെ മാർക്കറ്റിംഗിൽ ഈ 6E ഉണ്ട്. എല്ലാം സെക്സി ആണ്. സെക്സി എന്നാണ് നമ്മൾ അതിനെ, അവരും അതിനെ മാർക്കറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ സെക്സിയുടെ കാര്യം പറഞ്ഞപ്പോ, ഡു യു നോ ടെസ്ല ഹാവ് ഡൺ ദിസ്? ബട്ട് ടെസ്ല ഹാവ് ഡൺ ദിസ് ഓൺ എ ബ്രോഡർ റേഞ്ച്. എന്ന് പറഞ്ഞാൽ ടെസ്ലയ്ക്ക് അപ്പാർട്ട് ഫ്രം ദി സൈബർ ട്രക്ക് ആൻഡ് റോഡ്സ്റ്റർ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. ടെസ്ല ഹാവ് ഗോട്ട് 4 segments of vehicles. Tesla Model S, E, X and Y. And that's sexy. Okay. അല്ല, ഇലോൺ മസ്കിൽ നിന്ന് അതിൽ കുറഞ്ഞ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇലോൺ മസ്കിന്റെ ട്വീറ്റ്സ് ഓർ എക്സസ്, ഐ ഡോണ്ട് നോ ഹൗ ടു കോൾ ഇറ്റ്. And tweets are better, right? The naming, at least. Everybody still calls it Twitter, right? Yeah. കാരണം X formerly Twitter. X formerly Twitter ഉം പറയേണ്ടി വരുന്നു. അതെ.